ചിൽഡ്രൻസ് ഡേ ആയിട്ട് സ്കൂളിൽ നിന്ന് ജുബ്ബ ഇട്ടുകൊണ്ട് ചെല്ലാനായിട്ട് മോനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾറെഡി ജുബ്ബ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുറേ ദിവസമായി എടുത്തിട്ട്, അപ്പോൾ ഒന്ന് കഴുകിയിട്ടൊക്കെ വെക്കാമെന്ന് കരുതി അലമാരിയിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും ജുബ്ബയുടെ പാൻറ്റിന് എലാസ്റ്റിക് പോയി. അവന് പിന്നെ കെട്ടാൻ അറിയത്തില്ല. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എലാസ്റ്റിക് പിന്നിലൊക്കെ കോർത്ത് എലാസ്റ്റിക് കയറ്റിയിട്ട് പകുതിയായപ്പോഴത്തേക്കും കുടുങ്ങി, പിന്നെ വിട്ടുപോയി. കണ്ടോ, പകുതി മുക്കാൽ ഭാഗം ഏതാണ്ടായതായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ പിന്നിനെ ഒന്ന് ഇടാൻ നോക്കി. കുറേയൊക്കെ ശ്രമിച്ചപ്പോഴത്തേക്കും പിന്നെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. ഒന്നും നല്ലോണം കിട്ടത്തില്ല. എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഇട്ടിട്ട് ബാക്കിലോട്ട് എടുത്തിട്ട് പിന്നെയും ഞാൻ ഇട്ട് നോക്കിയപ്പോൾ പിന്നെ വിട്ടുപോയി. പിന്നെ രക്ഷയില്ല. അപ്പോൾ പിന്നെ ദേഷ്യം വന്നിട്ട് എല്ലാം കൂടെ വലിച്ചെടുത്തു കേട്ടോ, വലിച്ചൂരി. ഇനിയിപ്പം അടുത്ത പിന്നെടുത്തിട്ട് അതിനകത്ത് കയറ്റിയിടാം, അല്ലാണ്ട് രക്ഷയില്ലാതെ. പിന്നെ എൻ്റെ അവസ്ഥ കണ്ടോ, അതിനകത്ത് വെച്ച് ഞെക്കി കളിച്ചതാ, വികലാംഗനായി ആ പിന്നെ. ഇനിയിപ്പോൾ അടുത്ത പിന്നെടുത്തിട്ട് നമുക്ക് കയറ്റിയിട്ട് എലാസ്റ്റിക് ഇടാം. നിങ്ങളും ഇങ്ങനെ എലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇട്ട് അത് തീരാറാവുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഗുലുമാൽ അതിനകത്തുണ്ടാവും. ഒന്നീ അവിടെ നിന്ന് കുരുങ്ങി എല്ലാം കൂടെ കുരുങ്ങിയിട്ട് വലിച്ചു പറിച്ചെടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ വിട്ടുപോയിട്ട് അവിടെ കിടന്ന് കുറേ നേരം അങ്ങനെ തപ്പിപ്പിടിക്കും. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ഇട്ട്. ഇതെങ്കിലും സക്സസ് ആവുമായിരിക്കും അല്ലേ? ആകണമല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത തൊപ്പിയിലോട്ട് പോകാൻ. നെഹ്റുവിൻ്റെ തൊപ്പി ഉണ്ടാക്കണം. അപ്പം അതിനുള്ള അടുത്ത സെറ്റപ്പുകൾ നോക്കണം. പോസ്റ്റർ തയ്യാറാക്കിയിട്ടില്ല. എല്ലാം കൂടി ആലോചിച്ചിട്ട് തലഭ്രാന്ത് എടുക്കുന്നുണ്ട് ശരിക്കും. മക്കൾ സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുന്നേ ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ബേക്കിൽ നടക്കാനേ ടൈമുള്ളൂ. ഇനി എലാസ്റ്റിക് പുറത്തെത്തിച്ചിട്ട് വേണം ഇനി അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.